ഹലോ, ഈവനിങ് സമയമാണ്. ഞാനും അമ്മയുണ്ട് കിച്ചണിൽ. അമ്മയുടെ എല്ലാ പണികളും കഴിഞ്ഞ് അമ്മ കിച്ചണിൽ വെച്ചേക്കണ ചെടിയുടെ വെള്ളമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനും ചെന്ന് വർത്തമാനം പറയാനായിട്ട്. പണിയെല്ലാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്കുള്ള പണി താറാവിൻ്റെ രൂപത്തിലെത്തി. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഹായ്, വ്ളോഗ് എടുക്കാമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അമ്മ താറാവൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണേ. ചീനച്ചട്ടിയിൽ കുരുമുളക്, പട്ട, ഗ്രാമ്പു, ജീരകം ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ട് അടിക്കാനായിട്ട് എടുക്കുവാണ്. പിന്നെ വേറൊരു ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് അടിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ താറാവ് വെക്കാൻ വേണ്ട കാര്യങ്ങൾ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നേരത്തെ പൊടിച്ച മസാല, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, പിന്നെ താറാവ്, തക്കാളി ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. പിന്നെ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ നേരത്തെ കാണിച്ചു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ നമ്മളെപ്പോഴും വാങ്ങാറുണ്ട്. താറാവ് വാങ്ങിച്ചിട്ട് കുറേ നാളായി, 6-7 മാസത്തോളമായിട്ടുണ്ട്. താറാവ് കൂട്ടും എല്ലാവരും, എന്നാലും എല്ലാവർക്കും ഒന്നും കൂടി ഇഷ്ടം ചിക്കനോട് തന്നെയാണ്. പിന്നെ ബീഫ്, അതാണ് കേട്ടോ ഇഷ്ടം. താറാവ് കുഴപ്പമില്ല. നമുക്കിത് ബ്രൗൺ കളറാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് സവാള നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി ബ്രൗണിഷ് കളറാകുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതും കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളക്, പട്ട അതൊക്കെ കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തക്കാളി അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി മുഴുവനോടെ നമുക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇനി മസാലയും തക്കാളിയും നല്ലപോലെ മെൽറ്റായ ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി താറാവിന് ഇട്ട് കൊടുക്കാവേ. ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തു, അതിന് ശേഷം രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തു. ഒരുമിച്ചല്ലട്ടോ നമ്മൾ ഇട്ടത്. ഇതാകുമ്പോൾ നല്ലപോലെ മസാല പിടിക്കുകയും ചെയ്യും. മുഴുവൻ താറാവിനിട്ട് ഇനി നമുക്കെല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കാവേ. എന്നിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അതിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും ഒട്ടും ഗ്രേവി ഇല്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് നേരത്തെ വാട്ടി വെച്ച സവാളയിൽ ബാലൻസും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ആവും കേട്ടോ കറി. നമ്മുടെ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.